ചെറുപഴം കൊണ്ടേ ഇതുപോലൊരു ഡ്രിങ്ക് നിങ്ങൾ കുടിച്ച് നോക്കിയിട്ടുണ്ടാവില്ല. അപാര ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഒരു വട്ടെങ്കിലും നിങ്ങൾ ഈ ഒരു വേനൽക്കാലത്ത് തയ്യാറാക്കി നോക്കേണ്ട ഐറ്റം തന്നെയാണ്. നോമ്പ് തുറക്കുന്ന സമയത്തെ ഇതൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കൂട്ടോ. പിന്നെ മിക്കവാറും ഇത് നിങ്ങളുടെ വീട്ടിൽ പതിവായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാവും. ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഇതിൻ്റെ കമൻറ്റ് കൂടെ നിങ്ങൾ അറിയിക്കണം കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ക്രീമോ കസ്റ്റാർഡോ ഒന്നുമില്ലാതെ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് നിങ്ങൾ കുടിച്ച് കാണില്ല. എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം സബ്ജാ സീഡ് ഒന്ന് കുതിർത്തെടുക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചിയാ സീഡ് എടുക്കുന്നെങ്കിൽ അതും എടുക്കാം കേട്ടോ, രണ്ടെടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് പഴമാണ് വേണ്ടത്. ഞാനിവിടെ 4 പൂവൻ പഴമാണ് കേട്ടോ എടുത്തേക്കുന്നത്. 4 എടുത്തിട്ടുണ്ട്. 4 പൂവൻ പഴം തന്നെ ഇതിലേക്ക് എടുക്കുക കേട്ടോ. അതാണ് കേട്ടോ ഇതിന് ആ ഒരു ക്രീമി ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാലും 1/2 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് നമുക്ക് ഇത് ആദ്യം ഒന്ന് അടിച്ചെടുക്കണം. ഈ പാല് പോരാ, നമ്മൾ ആദ്യം കുറച്ച് പാല് ചേർത്ത് അടിച്ചെടുക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല, നല്ല പോലെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാ പാലും കൂടെ നമ്മൾ ഒരുമിച്ചിട്ട് അടിക്കുവാണെങ്കിൽ പഴം ചിലപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് അരഞ്ഞ് കിട്ടാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം 1 കപ്പ് പാല് ചേർത്തിട്ട് അടിച്ച് നല്ല പോലെ ആയതിനു ശേഷമാണ് വീണ്ടും 1 കപ്പ് പാൽ ഒഴിച്ചുകൊണ്ട് പിന്നെയും അടിച്ചെടുക്കുന്നത് കേട്ടോ. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഈ ഒരു പരുവത്തിനാണ് നമ്മളത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സബ്ജാ സീഡ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഞാനൊരു 1/4 കപ്പോളം 4 പൂവൻ പഴം തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേന്ത്രപ്പഴം ഒരു 1/4 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ ഗോവ ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ അടക്കപ്പഴം എന്നാട്ടോ പറയാം, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആപ്പിൾ 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പോളം സ്ട്രോബെറി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ വറുത്തെടുത്ത കടല, തൊലി കളഞ്ഞതായിരിക്കണം കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ടുള്ളൊരു സാധനമുണ്ട്, അതാണ് നന്നാറി സിറപ്പ്. ഒരു 1/2 കപ്പോളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നാറി സിറപ്പും കൂടെ ഇതിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയുള്ള ശരിക്കും ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഒന്ന് തണുപ്പിച്ചിട്ട് വേണം നമ്മളിതൊന്ന് കഴിക്കാനായിട്ട് കേട്ടോ. ആദ്യം നിങ്ങൾ പാല് തണുപ്പിച്ചെടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തണുപ്പ് മതിയെങ്കിൽ അങ്ങനെയും കുടിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റിയാണ്. നമ്മളത് ഒരു വട്ടം ഒന്ന് തയ്യാറാക്കി നോക്കിയാലേ പിന്നെ നമുക്കത് പല വട്ടം തയ്യാറാക്കി നോക്കാനുള്ള ആ ഒരു ടെൻഡൻസി വരും കേട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മളിതിൽ കസ്റ്റാർഡോ അതുപോലെ ക്രീമോ ഒന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.